ചപ്പാത്തിയും ദാൽ കറിയും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കോംബോ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഉള്ളിക്കറി അതൊക്കെ വയ്ക്കുന്നതിനേക്കാളും സവാള അരിയണം, വഴറ്റണം, എത്രയോ എത്രയോ എളുപ്പമാണെന്നോ. ഈ സാധനങ്ങളെല്ലാം കുക്കറിലിട്ടൊരു 3-4 വിസിൽ, പിന്നെ ഒരു കടുക് വറ, സംഭവം കഴിഞ്ഞു. അപ്പോൾ ദാൽ പരിപ്പ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ടിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ചുപ്പും ജീരകവും ഇതെല്ലാം കൂടെ വെച്ച് ഒരു 4 വിസിൽ അത്രയേ വേണ്ടുള്ളൂ. സംഭവം സിമ്പിളാണ്. ഒരുപാട് വെള്ളം നമ്മളിത് ഒഴിക്കരുത്. കാരണം വെള്ളം ഒഴിച്ചാൽ ഒരുപാട് കൂടിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതൊരു ക്രീമി ടെക്സ്ചറിൽ ഇരിക്കണം. പിന്നെ നേരെ ചപ്പാത്തി പരത്താൻ ഞാനിപ്പോൾ ഒരു എക്സ്പേർട്ടായി. കാരണം ഷേപ്പ് ഇവിടെ നമുക്കൊരു വിഷയമല്ല. കാര്യം നടന്നാൽ മതി. ഷേപ്പ് നമ്മൾ കാര്യമാക്കുന്നില്ല. അങ്ങനെ കുക്കർ ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് വിസിലടിക്കുമ്പോൾ എന്താ മണമെന്ന്, ആ വെളുത്തുള്ളിയൊക്കെ വെന്ത് വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്, മണമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് കടുക് വറുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലല്ല, നെയ്യിലാണ്. എപ്പോഴും ഒന്നും നമ്മൾ ഈ കറി വയ്ക്കാത്തതുകൊണ്ട് വയ്ക്കുമ്പം കുറച്ച് നെയ്യിൽ ഗ്രാൻഡായിട്ട് വയ്ക്കുന്നത്. കാരണം ആ നെയ്യ് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ മഴ ചറവറ തകർത്ത് ഒക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ ഡാൽ കറി സൂപ്പറായിട്ടുണ്ട്. ഒരു കുറച്ച് മല്ലിയിലയുടെ ഒരു കുറവുണ്ട്. അതുകൊണ്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായേനെ. സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കണേ.